സുഹൃത്തുക്കളെ, ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ്. ഈ വീഡിയോ നിങ്ങൾ ദയവായി കഴിയുന്നത്ര പരമാവധി ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഈ പാലത്തായി പീഡന കേസിൽ നമ്മുടെ പപ്പൻ മാഷിനെ കൃത്യമായിട്ട് ഇടത് ജിഹാദികൾ പൂട്ടാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യം ഇപ്പൊ ഏതാണ്ട് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഈ കേസ് കൃത്യമായിട്ട് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആരാ? ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് ഇതാ നിങ്ങളിപ്പോ ഇതിൽ കാണുന്നുണ്ട്, സ്ക്രീൻഷോട്ടിൽ കാണുന്നുണ്ട്. എന്നിട്ട് പറയൂ ഇദ്ദേഹം എന്താ സംഖ്യയാണ്. കൃത്യമായിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടാണ് ആ കാണുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ കേസിന്റെ വിധി, ഹൈക്കോടതി വിധി നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ വന്ന പിഴവുകൾ, ട്രയൽ കോടതിയുടെ വിധിയിൽ വന്നിട്ടുള്ള പിഴവുകൾ, മൊഴികളിൽ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിൽ വന്നിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ഈ പീഡനം നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമല്ല രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് ബാത്റൂം ആയിരുന്നു അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ വിധി, ട്രയൽ കോർട്ടിന്റെ വിധി വരുന്നതിന് മുമ്പ് നടന്ന അട്ടിമറി, വിധി വരുന്നതിന്റെ തലേന്ന് ഈ വിധി പറയാനുള്ള ജഡ്ജിയെ മാറ്റിയതിനെ കുറിച്ച് ഇന്നിപ്പോൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഈ അട്ടിമറിയുടെ ഭാഗമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥ ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് കണ്ടെത്തിയതിൽ നിന്ന് കടകവിരുദ്ധമായിരുന്നു പിന്നീട് നടന്ന ക്രൈംബ്രാഞ്ചിന്റെ, ഞാനിപ്പോ റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ റിപ്പോർട്ട് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ആ അന്വേഷണം കണ്ടെത്തിയത്. അതുപോലെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ. അതല്ല ഈ വീഡിയോയുടെ വിഷയം. നോക്കൂ, ഈ പീഡനം നടന്നു എന്നീ പെൺകുട്ടി ആരോപിക്കുന്ന സമയത്ത് പപ്പൻ മാഷ് സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല. അതും അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരം. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏതോ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഏതോ കുടുംബത്തിൽ ആരുടെയോ ഒപ്പം അവിടെ ചികിത്സയിൽ കഴിയുന്നവർക്കൊപ്പമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ ഈ CAA സമയത്ത് അതിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒരു നിസ്സാര വിഷയത്തിൽ എങ്ങനെയാണ് ജിഹാദികളും സുഡാപ്പികളും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഈ ഇടത് പുരോഗമന മതേതരവാദികളുടെ ഒത്താശയോടുകൂടി ഇദ്ദേഹത്തെ പൂട്ടാൻ ശ്രമിച്ചത്. വെറും പൂട്ടല്ല, ആയുഷ്കാലവിന് പുറത്തേക്ക് വരരുത്, അദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റരുത് എന്നുള്ള രീതിയിൽ പോക്സോ കേസിൽ അത്ര വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നവരാണ് ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിലുള്ളവരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, ഇവരുടെ പാർട്ടികളുടെ എല്ലാം പേരുകൾ എങ്ങനെയാണല്ലോ: പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, പിന്നെ വെൽഫെയർ പാർട്ടിയുടെ തന്നെ യുവ പോരാളികളുടെ സംഘടന ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്, സാഹോദര്യം കൊണ്ടിരിക്കപ്പെടുന്നില്ല. ഇതെല്ലാം ജിഹാദികളും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ഉടായ്പകളാണ്. ഇതെല്ലാം അറിയാമല്ലോ. ഒരെണ്ണമാണെങ്കിൽ ഹമാസിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള തീവ്രവാദികളാണ് സുഡാപ്പികൾ എന്ന് പറയുന്നത്. അവരും പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക്. ആഹാ, എന്തൊരു തട്ടിപ്പാണ്. അപ്പൊ ഈ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതര മുഖം മൂടിയാണ് ഈ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു നേതാവ്, വനിതാ നേതാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഇതിനെതിരെ, ഈ ഹൈക്കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളവരെ എല്ലാവരും തന്നെ അവർക്ക് അതിലൊരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിമർശനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയുണ്ട്. അവർ കേസിന്റെ മെറിറ്റിലേക്ക് പോവുകയില്ല. അവരെ ഈ ഹൈക്കോടതി വിധിയിൽ എണ്ണി പറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളിൽ ഒന്നിന്റെ പോലും മെറിറ്റിനെ കുറിച്ച് ചർച്ചയില്ല. എന്നിട്ട് അവരാകെ കാടടച്ചൊരു വെടിയാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഫാഷിസം നിലവിൽ വന്നു, ഫാഷിസ്റ്റ് ഭരണകൂടം ഹിന്ദുത്വ ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ഇവിടെ ഹിന്ദുത്വ സർക്കാർ ഇവിടുത്തെ നിയമ സംവിധാനത്തെ, കോടതികളെയെല്ലാം വിലക്കെടുത്തു കഴിഞ്ഞു, ഇവിടെ മാറി വരുന്ന ഇടതും വലതും കൂടെ ചേർന്നതായി ഇപ്പൊ 3 MLA മാത്രമുള്ള BJP 3 MLA വെച്ച് എങ്ങനെയാണ് കേരളം ഭരിക്കുന്നത് എന്നൊക്കെയുള്ള ഈ സാധാരണ മുസ്ലിമുകളുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടിയുള്ള വിഷമാണ് ഇവന്മാർ ചീറ്റുന്നത്. അല്ലാതെ മെറിറ്റിലേക്കൊന്നും കിടക്കുന്നില്ല. അതാ ഈ വെൽഫെയർ പാർട്ടിയുടെ ഈ വനിതാ നേതാവിന്റെ പോസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ആ പോസ്റ്റ് നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് പപ്പൻ മാഷിനെ, ഇനി എന്തുകൊണ്ട് പപ്പൻ മാഷിനെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പാലത്തായി കേസിൽ പ്രതിയായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് മൊഴിയുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ എത്രയും പെട്ടെന്ന് അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അത് ഇവർ പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. VD സതീശൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ജിഹാദികളെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് പണിയും ചെയ്യും. അവർ പോകും, നാട്ടുകാരുടെ കാശല്ലേ, അപ്പീൽ പോട്ടെ, സുപ്രീം കോടതിയിലേക്ക് പോകും. പാലത്തായി പോക്സോ കേസിൽ തുടക്കം മുതൽ നീതി നിഷേധത്തിന്റെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്ത് ശ്രമങ്ങളാണ് നടന്നിരുന്നത്? പീഡിപ്പിക്കപ്പെട്ട 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെയും രക്ഷിതാക്കളുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നതാണ്. പക്ഷെ
എന്ത് ശ്രമങ്ങളാണ് നടന്നത്? വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, കാടടച്ചുള്ള വെടിയാണ്. ഇപ്പോൾ ഹൈക്കോടതിയും പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വാദമുയർത്തിയാണ് പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയെ ഹിന്ദുത്വ സർക്കാർ പിടിച്ച് വിഴുങ്ങി, ഫാഷിസം വന്നു. BJP നേതാവായ പത്മരാജനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേസ് അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയിരുന്നുണ്ട്. കാരണം അന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ സംഘപരിവാറിന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞു, അതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ അട്ടിമറിക്ക് ഈ BJP നേതാവിന് RSS നേതാവായി പപ്പൻ മാഷിനെ പിടിച്ച് അകത്തിടാൻ വേണ്ടി ഈ ജിഹാദികൾക്ക് ഒത്താശ ചെയ്തതും ഇതേ പിണറായി വിജയൻ സർക്കാരാണ്. ഒരു കൈകൊണ്ട് ഇവർ തലോടും, അടുത്ത കൈകൊണ്ട് തട്ടും. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഏറെ വൈകിയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു പോക്സോ കേസാന്ന് പറഞ്ഞാൽ നേരെ പോയി അങ്ങ് പിടിക്കണം. അല്ലല്ലോ, അയാൾക്കും ഇല്ല കുടുംബവും കുട്ടികളും ഒക്കെ. പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ആസൂത്രിതമായ ശ്രമം വെൽഫെയർ പാർട്ടിയുള്ളവരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തിരുത്തിയത്. ഹൈക്കോടതിയിൽ പ്രതി നൽകിയ അപ്പീലിനെതിരെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെന്നുള്ള പരാതി പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ട്. CPMന്റെ സംഘപരിവാർ പ്രീണനത്തിനെതിരെ ജനങ്ങൾ നൽകിയ ജനവിധിയാണ് UDFനെ അധികാരത്തിലെത്തിച്ചത്. ഇത് തന്നെ പറഞ്ഞിട്ടാണ് VD സതീശനെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലത്തായി കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അനീതിക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ ജനകീയ പോരാട്ടം ആവശ്യമാണെന്ന് ജബീന ഇർഷാദ് സൂചിപ്പിച്ചു. ഈ സൂചി മുള്ളുമൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലുണ്ടായില്ല. ഈ വിധി വരാനായിട്ട്, ട്രയൽ കോർട്ടിന്റെ വിധി വരുന്നതിന്റെ തലേ ദിവസം എന്തിനാണ് ജഡ്ജിയെ മാറ്റിയത്? അതിനുവേണ്ടി സ്വാധീനം ചെലുത്തിയത് ആരാണ്? അക്കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് അപ്പൊ ഞാൻ നോക്കൂ, ഇപ്പൊ ഈ പോസ്റ്റിൽ ഈ കേസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ ഒരു കാര്യത്തിനെ കുറിച്ചും ഇവർ മിണ്ടുന്നില്ല. അതിന്റെ മെറിലെ ഇവർ കടക്കുന്നില്ല. വെറുതെ കാടടച്ച് വെടി ഹിന്ദുത്വം എന്ന് കോടതികളെ പിടിച്ച് വിഴുങ്ങി ഇവിടെ മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള സാധാരണ മുസ്ലിങ്ങളെ ഇളക്കി വിടാനുള്ള ഒരു പരിപാടിയാണിത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് പപ്പൻ മാഷിന്റെ ജീവൻ അപകടത്തിലാണ്? അല്ലെങ്കിൽ പപ്പൻ മാഷിനെ എന്തുകൊണ്ട് സംഘപരിവാറുകാരും RSSകാരും അതുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നാട്ടുകാരും ഹിന്ദുക്കളും എല്ലാവരും ചേർന്ന് സംരക്ഷിക്കണം? ഈ നാട്ടിൽ നിയമവ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പപ്പൻ മാഷിന്റെ ജീവൻ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്ന് പറയാനായിട്ട് ഉദാഹരണ സഹിതം ഞാനൊരു സംഭവം പറയാം. 2001 AK ആന്റണി ഭരിച്ചിരുന്ന UDF സർക്കാർ, മുസ്ലിം ലീഗിന്റെ എല്ലാം കൂട്ടുകക്ഷി സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകൻ ഉണ്ടായിരുന്നു. നാദാപുരത്താണ് സംഭവം. ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകൻ അവിടുത്തെ ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. നോക്കൂ എങ്ങനെയാണ് CPMന്റെ പ്രവർത്തകനെ, CPMന്റെ സഖാവിനെയാണ് ഇതിൽ പെടുത്താൻ നോക്കിയത്. ഇന്നിപ്പോ CPM ഈ ജിഹാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു, ഒളിസേവ ചെയ്ത് കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എത്രയെത്ര സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിനെയാണ് ഇപ്പൊ CPM തള്ളി പറയുന്നു, ഒറ്റുകൊടുക്കുന്നതെന്ന് നിങ്ങളിപ്പോ ചിന്തിച്ചാൽ മതി. ഏതായാലും ഈന്തുള്ള തിരുബിനു എന്ന് പറയുന്ന ഈ സഖാവിനെ പെടുത്താനായിട്ട് ഒരു കള്ളക്കേസ് കൊണ്ടുവരുന്നു. എന്തിന്? നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ വികാരം ഇങ്ങനെ തിളച്ചു വന്നിട്ട് അവര് കൊലക്കത്തിയായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. അപ്പൊ നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുന്നു, അന്വേഷണം നടക്കുന്നു. അവസാനം ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കള്ള കേസ് കൊടുത്തതിന് സ്ത്രീ തന്നെ പറയുന്നു, ഞാൻ ഇവരുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് കള്ള കേസ് കൊടുത്തതാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ആ സ്ത്രീ തന്നെ പറയുന്നു. അങ്ങനെ കോടതി ഈ കേസിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പ്രതിയെ വെറുതെ വിടുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? NDFന്റെ തീവ്രവാദികൾ ഇയാളെ വെട്ടിക്കൊല്ലുന്നു. ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറയുന്ന സഖാവിനെ തെരുവിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് വെട്ടിക്കൊന്നത്. NDF എന്ന് പറയുന്ന തീവ്രവാദി. NDF എന്ന് പറയുന്ന ആരാ? നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മതേതരമാണ്. പുരോഗമനം, ജനാധിപത്യം, വാങ്ങാത്തൊലി, വാഴയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പേരിടുന്നത്. പക്ഷെ NDF എന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ PFI എന്ന് പറയുന്ന തീവ്രവാദികളുടെ മുൻപുള്ള രൂപമാണ്. ഈ തീവ്രവാദികളുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിലോ ഭരണഘടനയിലോ ഒന്നും ഒരു തരിമ്പിന് പോലും അവർക്ക് വിശ്വാസമില്ല. അവർക്ക് വേണ്ടി ഇസ്ലാമിക ഭരണകൂടമാണ്. ഈ ഭരണഘടന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പൊക്കിപ്പിടിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നുള്ളതല്ലാതെ ഈ പറയുന്നവർക്ക്, ഈ CA വിരുദ്ധ സമരം നടത്തിയവർക്കും അതുപോലെ തന്നെ ഇപ്പൊ ആളുകൾ 370-നെതിരെ തെരുവിലിറങ്ങുന്നവർക്കും വന്ദേ മാതരം കേട്ടപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരും എല്ലാം ഭരണഘടന എടുത്ത് പൊക്കിപ്പിടിക്കും. എന്തിന്? ഈ നാട്ടിലെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പരിപാടി. അല്ലാതെ അവർക്കൊന്നും ഇതിലൊന്നൊരു വിശ്വാസമില്ല. കോടതി വെറുതെ വിട്ടവനെ വഴിയിൽ വെച്ച് വെട്ടിക്കൊന്നു. ഇനി
പപ്പൻ മാഷിന്റെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ, ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടല്ലോ, നൌഷാദ് എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ പോരാളി, അവന്റെ പ്രൊഫൈൽ പിക്ചർ ആരാണ് നോക്കും, മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും പണ്ഡിറ്റ് നെഹ്റുവിന്റെ എല്ലാം ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഈ തീവ്രവാദികളെല്ലാം ഇപ്പം അഴിഞ്ഞാടുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞ മുഖംമൂടി മുന്നിൽ വെക്കുക, അതിന്റെ പിന്നിൽ നിന്ന് മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടത്തുകയും ചെയ്യാണ്. അപ്പൊ ഏതായാലും ഇയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി, പെൺകുട്ടിയുടെ അച്ഛൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ നിയമത്തിന് വിട്ടുകൊടുക്കില്ലായിരുന്നു പോലും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ, നിയമത്തിന് ഇയാളെ വിട്ടുകൊടുത്തത് കൊണ്ട്, പപ്പൻ മാഷിനെ നിയമത്തിന് വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുള്ളത്. നിയമത്തിന് വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഈന്തുള്ളത്തിൽ ബിനുവിനെ കൈകാര്യം ചെയ്തതുപോലെ വഴിയിലിട്ട് അങ്ങ് തീർത്താൽ മതിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു. TG മോഹൻദാസ് പറഞ്ഞു, പാറ്റകളെ, രാജ്യദ്രോഹികളെ, രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്ന, ഇവിടുത്തെ പാർലമെന്റിന് വരെ തീ വയ്ക്കുന്ന, അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി അദ്ദേഹമായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞതിന് ആ 10-70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ ഇവർ വേട്ടയാടിയല്ലോ. ഈ നൌഷാദ് എന്ന് പറയുന്ന പോലെയുള്ള എത്ര ലക്ഷക്കണക്കിന് തീവ്രവാദികൾ ഇന്നും കേരളത്തിൽ അഴിഞ്ഞാടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പലരും വാതിലടച്ചിട്ടിട്ട് മുറിക്കകത്തിരുന്നിട്ട് പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന കാര്യമാണ്. ഇതാ ഈ നൌഷാദ് എന്ന് പറയുന്ന വിദ്യാസുരൻ ഇപ്പൊ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു. ഇയാൾക്കെതിരെയൊക്കെ എന്തെങ്കിലും കേസ് ഉണ്ടാവുമോ? TG മോഹൻദാസ് RSSകാരനായതുകൊണ്ട് അയാളെ പൂട്ടാനായിട്ട് കേരളത്തിൽ ആളുണ്ടായിരുന്നു. ഈ നൌഷാദിനെ പോലെയുള്ള തീവ്രവാദികളെ പൂട്ടാനായിട്ട് കേരളത്തിൽ ആരുമില്ല. കാരണം BD സതീശന്റെ സർക്കാർ ഇങ്ങനെയുള്ള ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളെ വെറുതെ കയറൂരി വിട്ടിരിക്കുകയാണ്. നോക്കൂ, ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ പപ്പൻ മാഷിന് ജീവൻ കിട്ടിയത്. ഈ കൊച്ചിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ വഴിയിലിട്ട് തീർക്കുമായിരുന്നു. അപ്പൊ ഈ കൊച്ചിന്റെ അച്ഛൻ NDF കാരനോ PFI കാരനോ ആണ് എന്നല്ല ഇയാൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ അംബേദ്കറുടെ എല്ലാം പടം വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ശരാശരി ജിഹാദിയുടെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും എന്തുകൊണ്ടാണ് പപ്പൻ മാഷിന്റെ ജീവൻ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആളുകൾ ബോധവാന്മാരാകണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇനിയും ഞാൻ ഈ ഉള്ളിയുടെ തൊലി കളയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ കുട്ടിയുടെ കുടുംബത്തെ ഒന്നും എനിക്കറിയില്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് ഹാദിയ മതം മാറ്റം അറിയാമല്ലോ, ആരൊക്കെയാണ് മതം മാറാൻ പോയത്? ഹാദിയാണെങ്കിലും ഹാദിയെ പൊക്കിക്കൊണ്ട് കടന്ന് ഈ തീവ്രവാദികളുടെ ഒരു സംഘം ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോ നിയമ സംവിധാനം, രാജ്യത്തെ നിയമ സംവിധാനം, ഭരണഘടനയിലും ഒരു വിശ്വാസവും ഇല്ലാത്തവന്മാരാണ് ബഹളമുണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറയുന്ന നിരപരാധിയായ ഒരു CPM പ്രവർത്തകന്റെ ഉദാഹരണം നമ്മുടെ കൺമുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ കോടതി വെറുതെ വിട്ടാലും ഇവരുടെ അതിനു മുകളിലും വേറൊരു കോടതി ഉണ്ടെന്ന് പറയുന്നവരാണല്ലോ. ആ കോടതിയുടെ നിയമപ്രകാരം, അതായത് ശരിയ നിയമപ്രകാരം ഇയാളെ വഴിയിൽ വെച്ച് തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊന്നും ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ സംഘപരിവാറുകാരോ RSSകാരോ ഈ നാട്ടിലെ ഈ ജനാധിപത്യ സംവിധാനത്തോടും ഈ നാട്ടിലെ ഭരണഘടനയോടും നിയമ സംവിധാനത്തോടും എന്തെങ്കിലും കൂറുള്ളവരും അല്ലെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. ഈ നാട്ടിലെ BJP RSS നേതാക്കന്മാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ഈ പപ്പൻ മാഷിന്റെ ജീവൻ സംരക്ഷിക്കാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഏറ്റുമുട്ടുന്നത് ഈ നാട്ടിലെ നിയമ സംവിധാനത്തെ തകർത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്ന ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് ഒരു ബാധ്യതയോ ഒരു പ്രതിബദ്ധതയോ ഇല്ലാത്ത ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളോടാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ദയവായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. വൈകി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയർ ചെയ്യുക, എത്തിക്കേണ്ട ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. താങ്ക് യു. ജയ് ഹിന്ദ്.